റോഡ് ഇവിടെ അവസാനിക്കുന്നു. കായലും റോഡും ആറും എല്ലാം ഒരേ ലെവലിൽ കിടക്കുക. നോക്കേ, കണ്ടില്ലേ ബോട്ട് പോകുന്നതിൻ്റെ ഓളം അടിക്കുന്നത്. ആ ഒരു ഓളത്തിൽ നിന്നും അവർക്ക് രക്ഷ നേടാം. ആൾക്കാരെല്ലാം വെള്ളത്തിലേക്കാണ് ഇറങ്ങുന്നത്. ഹലോ, അപ്പോഴേ ഇപ്പം ഞാൻ നിൽക്കുന്നത് ആലപ്പുഴയിലാണ്. ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ കൂടെയുള്ള റോട്ടിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ പോകുന്നത് ആലപ്പുഴ ബോട്ട് ചട്ടിയിൽ നിന്നും പുളിങ്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലക്ഷ്യമിടുന്നത്. നരിവേട്ട എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയായിരുന്നല്ലോ, ആ ഒരു ലൊക്കേഷൻ, ആ ഒരു സിനിമയുടെ കുറച്ച് ഭാഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്തത് ആ ഒരു പുളിങ്കുന്ന് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്. നോക്കട്ടെ, അങ്ങോട്ടേക്കുള്ള ബോട്ട് കിട്ടാൻ സാധ്യതയില്ല. അത് ആലപ്പുഴ ബോട്ട് ചട്ടിയിൽ നിന്നും 1 മണിക്കാണ് സമയം കാണിക്കുന്നത്. ഇപ്പോൾ സമയം 12:30 ആയിട്ടുണ്ട്. ഇവിടെ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബോട്ട് ചട്ടിയിലേക്ക് 4 കിലോമീറ്റർ ഉണ്ട്. പിടച്ചടിച്ച് അങ്ങ് പോകുമ്പോഴത്തേക്കും ബോട്ട് പോകാനാണ് സാധ്യത. നേത്രാവതി എക്സ്പ്രസ്സിലാണ് ഞാൻ വന്നതേ. ഞാൻ കൊല്ലത്തുനിന്ന് 10:25 കയറി ഇവിടെ സാധാരണ ഗതിയിൽ ഒരു 12 മണിയാകുമ്പോൾ എത്തേണ്ടതാണ്. പക്ഷേ ഇന്ന് വണ്ടി കുറച്ച് ലേറ്റായി പോയി, 12:30 ആയി. അങ്ങനെ എന്തായാലും ഞാനിപ്പോഴും നേരെ ആ ഒരു ബോട്ട് ജെട്ടി ലക്ഷ്യമിട്ട് നടന്നു പോവുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ ക്ലോക്ക് റൂം സംവിധാനം എല്ലാം ഉണ്ട്. 24 മണിക്കൂർ ബാഗ് വയ്ക്കുന്നതിന് 15 രൂപയാണ് ചാർജ്. പിന്നെ AC വെയിറ്റിംഗ് ഹാളെല്ലാം ഉണ്ട്, പുതുതായിട്ട് ചെയ്തതാണ്. 30 രൂപയാണ് 1 മണിക്കൂറത്തേക്ക് ചാർജ്. അപ്പോഴങ്ങനത്തെ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ നിന്നും ബസ് സ്റ്റാൻഡിലേക്കും ബോട്ട് ജെട്ടിയിലേക്കും 4 കിലോമീറ്റർ ഉണ്ട്. ബോട്ട് ജെട്ടിയുടെ അടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ് ഉള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് പോട്ടെ. ഇവിടം വരെ വന്നതിന് ട്രെയിനിന് ടിക്കറ്റ് ചാർജ്, കൊല്ലത്തുനിന്ന് ഇവിടം വരെ വന്നതിന് നേത്രാവതിയിൽ ജനറലിന് ടിക്കറ്റ് ചാർജ് 45 രൂപയായിരുന്നു. പിന്നെ വേറൊരു കാര്യം, റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ ബസ്സെല്ലാം വരും കേട്ടോ. ഞാനിങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സംസാരിച്ച് നടന്നു വരുവാണ്. ഇവിടെ അങ്ങോട്ട് മാറി നിന്ന് നമുക്ക് കൈ കാണിച്ചിട്ട് ബസ്സിൽ കയറി ബോട്ട് ജെട്ടിയുടെ പരിസരത്തേക്ക് പോകാം. അപ്പോഴതാണ് എൻ്റെ പ്ലാൻ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. ഇന്ന് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വലിയൊരു അപകടം നടക്കേണ്ടതായിരുന്നു. എന്ന് വെച്ചാൽ ഒരാൾ ട്രെയിനിലേക്ക് ചാടി കയറി, എന്നിട്ട് അയാളുടെ കൂടെ വന്ന ലേഡി കയറിയില്ല. അങ്ങനെ ട്രെയിൻ ഒരുവിധം സ്പീഡായപ്പോഴത്തേക്കും ഉണ്ടല്ലോ, ട്രെയിനിൽ നിന്നെടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് ചാടി. ഈ ആൾക്കാരൊക്കെ വീട്ടിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങുന്നത് പോലെയാണ് ഇറങ്ങുന്നത്. ട്രെയിനിലൊക്കെ ചായ വിൽക്കാനൊക്കെ ആൾക്കാർ ഓടി കയറിയിട്ട് തിരികെ ചാടിയൊക്കെ ഇറങ്ങുമല്ലോ, അവർ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അത് കണ്ടിട്ടൊക്കെ ആയിരിക്കും ആൾക്കാരൊക്കെ ചാടി ഇറങ്ങുന്നത്. ഒരിക്കലും ട്രെയിൻ വിട്ട് കഴിഞ്ഞാൽ ചാടി കയറുകയോ ചാടി ഇറങ്ങുകയോ ചെയ്യരുത്. വലിയ അപകടമാണ്. നമ്മൾ വിചാരിക്കും നമ്മളെ കൊണ്ട് പറ്റും എന്ന് വിചാരിക്കും, പക്ഷേ അങ്ങനല്ല. എല്ലാവർക്കും അങ്ങനെയാണ് തോന്നുന്നത്, മനസ്സിലായില്ലേ? ചാടി ഇറങ്ങുമ്പോൾ വിചാരിക്കും വലിയ അപകടങ്ങളൊന്നും പറ്റില്ല, നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനെ പറ്റില്ല. പറ്റാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ അപകടങ്ങൾ സംഭവിക്കുന്നത്. വീണ് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, കൈയും കാലൊക്കെ മുറിഞ്ഞങ്ങ് പോവുകയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാതിരിക്കുക. കാര്യം എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാരൊക്കെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇന്നത്തെ ദിവസം കാലാവസ്ഥയൊന്ന് കൺഫ്യൂഷനായിട്ട് നിൽക്കുവാണെന്ന് തോന്നുന്നു കേട്ടോ. മഴ പെയ്യണോ അതോ വെയിലടിക്കണോ, എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുവാണ്. ദേ കടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലം. കടപ്പുറം. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്നും നടന്നത് ആ ഒരു റെയിൽവേ ഗേറ്റിനടുത്ത് വന്ന് നിൽക്കുവാണ്. ഇവിടെ നിന്നും ദൂരോട്ട് നോക്കുമ്പോഴേ കാണാം കടൽ. കണ്ടില്ലേ, അങ്ങായിട്ട് കാണുന്നത്, അവിടെ ആയിട്ട് കാണുന്നത് കടലാണ്. ആലപ്പുഴ ബീച്ച് അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. ഇവിടെ ആയിട്ട് നല്ല തണൽ, നല്ല തണുത്ത കാറ്റും അടിക്കുന്നുണ്ട്. നമുക്കിവിടെ ആയിട്ട് വെയിറ്റ് ചെയ്യാം ബസ്സിന്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ പരിസരം, അതായത് ബോട്ട് ചട്ടിയുടെ പരിസരത്തേക്കൊക്കെ പോകുന്ന ബസ് ഇതുവഴി വരും. അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് വരുന്ന ബസ്സാണ്. എനിക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ബസ്സിൽ കയറി വരാമായിരുന്നു, പക്ഷേ ഞാൻ ഇങ്ങോട്ടേക്ക് മാറി നിൽക്കുവാണ്. എന്തായാലും ബസ് വരട്ടെ. അങ്ങനെ ഞാൻ ബസ് കാത്തു നിന്നപ്പോൾ ചെറുതായിട്ട് വിശന്നു കേട്ടോ. ഇപ്പോൾ സമയം 1 മണിയാകാൻ പോകുന്നുണ്ട്. 12:45 കഴിഞ്ഞു. ഞാൻ ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുത്തായിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾക്കും എടുക്കാൻ പറ്റിയൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ കൃത്യസമയത്ത് ആഹാരം കഴിക്കുക. ഇന്ന് രാവിലെ ഞാൻ 9 മണിക്ക് മുന്നേ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതുകൊണ്ട് യാത്ര ചെയ്തിട്ട് ഇപ്പോഴും വന്നപ്പോൾ വിശക്കുന്നുണ്ട്. അപ്പോഴെന്തായാലും അടുത്ത ആഹാരം നമുക്ക് 1 മണിക്ക് മുന്നേ ആയിട്ട് കഴിക്കാം. അല്ലാതെ ഈ ഓരോരോ ന്യൂ ഇയറിന് എടുക്കുന്ന പല പല തീരുമാനങ്ങളുണ്ടല്ലോ, ജിമ്മിൽ പോവുക, അങ്ങനത്തെ ഓരോരോ പരിപാടികൾ, അതൊന്നും തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ ഫുഡ് കഴിക്കുന്ന കാര്യം നമുക്ക് മുടക്കമില്ലാതെ ചെയ്യാൻ പറ്റും. അപ്പോഴെന്തായാലും കൃത്യസമയത്ത് ആഹാരം കഴിക്കുക എന്നുള്ളൊരു തീരുമാനം നിങ്ങളും എടുക്കുക. ഞാനിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സക്കറിയ ബസാർ. ഈ സക്കറിയ ബസാറിൽ സാലിഖാൻ്റെ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലൊരു വീഡിയോ കണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി എന്തെങ്കിലും കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ബോട്ടൊക്കെ പോട്ടെ, ആദ്യം എന്തെങ്കിലും കഴിക്കാം.
അങ്ങനെ ഞാൻ നടന്ന് സക്കറിയ ബസാറിൽ എത്തിയിരിക്കുവാണ്. ഇവിടെ അടുത്തായിട്ടാണ് ആ ഒരു റെസ്റ്റോറൻ്റ് ഉള്ളത്. ബിരിയാണി തയ്യാറെന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും അകത്ത് കയറി കഴിക്കാം. ഇതാണ് ഹോട്ടൽ. അങ്ങനെ ഞാൻ ബിരിയാണി എല്ലാം കഴിച്ചു. ബിരിയാണി എന്ന് പറയുമ്പോൾ ദം ബിരിയാണി അല്ല, അതായത് ചിക്കൻ ഫ്രൈ സെപ്പറേറ്റ് ആണുള്ളത്. പക്ഷേ നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. 100 രൂപയേ ഉള്ളൂ സിംഗിൾ ബിരിയാണി. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ, വയറ് നിറഞ്ഞു. അപ്പോൾ ഈ 150 രൂപ ഫുൾ ബിരിയാണി ഉണ്ട്. 150 രൂപയുടെ ബിരിയാണിയുടെ ആവശ്യമില്ല സത്യത്തിൽ, 100 രൂപയുടെ ബിരിയാണിയുടെ ആവശ്യമേ ഉള്ളൂ. ഇനിയിപ്പോൾ സത്യത്തിൽ എവിടെയെങ്കിലും പോയി ഒന്ന് റെസ്റ്റ് എടുക്കാനാണ് തോന്നുന്നത്. ബിരിയാണി എല്ലാം കഴിച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ കൊള്ളാവുന്നുണ്ട്. ഈ പെരുമ്പാമ്പെല്ലാം മാനിനെയൊക്കെ വിഴുങ്ങിയിട്ട് എവിടെയെങ്കിലും പോയി കിടക്കത്തില്ലേ, അതേപോലെ ഒന്ന് കിടക്കണമെന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കലവൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന ബസ്സിൽ കയറി കഴിഞ്ഞാൽ ബോഡിജെട്ടിയുടെ അടുത്ത് ഇറങ്ങാമെന്നാണ് അറിഞ്ഞത്. എന്തായാലും നമുക്ക് കലവൂർ ബസ്സിൽ കയറി അങ്ങോട്ടേക്ക് പോവാം. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഈ ബിരിയാണി കഴിക്കുമ്പോൾ മിക്കവാറും ഈ അച്ചാറിനെ അവോയ്ഡ് ചെയ്യും. പക്ഷേ ഇവിടുത്തെ അച്ചാർ കൊള്ളായിരുന്നു കേട്ടോ, നല്ല അച്ചാറായിരുന്നു. ഈത്തപ്പഴത്തിൻ്റെ അച്ചാറും പിന്നെ നാരങ്ങയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല അച്ചാറായിരുന്നു. റൈസൊക്കെ കൊള്ളായിരുന്നു. പക്ഷേ എന്നാലും എനിക്ക് ചെറിയ വിഷമമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദം ബിരിയാണിയും കൂടെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു ഫീൽ ഉണ്ടായിരുന്നേനെ. എനിക്ക് തോന്നുന്നു ബീഫ് ബിരിയാണി ദമ്മാണെന്നാണ് തോന്നുന്നത്. ഞാൻ പിന്നെ ബീഫ് മേടിക്കാത്തത്, ഞാൻ ഈ പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ പോയി ബീഫ് വാങ്ങാറില്ല. ചില സ്ഥലങ്ങളിലെല്ലാം ബീഫ് ഭയങ്കര റബ്ബർ പോലെ ഇരിക്കും, അത് കഴിക്കാൻ വലിയ പാടാണ്. എനിക്കിഷ്ടമല്ല അങ്ങനത്തെ ബീഫ്. ഇവിടുത്തെ ബീഫ് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം വെറുതെ മേടിച്ച് കഴിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ചിക്കൻ എവിടെ പോയാലും ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. അപ്പോഴെന്തായാലും എന്താ ഒരു ബസ് വരുന്നുണ്ട്, കലവൂർ ബസ്സാണ് വരുന്നത്. അപ്പോഴെന്തായാലും നമുക്ക് ഈ ബസ്സിൽ കയറി ബോഡിജെട്ടിയിലേക്ക് പോവാം. അങ്ങനെ ഞാൻ ബോഡിജെട്ടിക്കടുത്ത് ബസ് വന്നിറങ്ങിയിരിക്കുവാണ്. ഇവിടെ ആയിട്ട് കുറേ ടൂറിസ്റ്റ് ബോട്ടുകൾ കിടപ്പുണ്ട്, ചെറിയ ഷിക്കാര വള്ളങ്ങൾ. ഇതവിടെ ആയിട്ട് ആ ഒരു ബോട്ടിനകത്ത് ടൂറിസ്റ്റ് എല്ലാം ഇരിപ്പുണ്ട്. എന്തായാലും നമുക്ക് ബോഡിജെട്ടിയിലേക്ക് പോയിട്ടേ പുളിങ്കുന്ന് പോകുന്ന ബോട്ടുണ്ടോ നോക്കാം നമുക്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബോട്ടിൽ കയറി പോയാലേ പറ്റൂ. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ ആയിട്ട് ഫോട്ടോ വരച്ചു കൊടുക്കപ്പെടും. ഇവിടെ ആലപ്പുഴയുടെ സ്വന്തം കുഞ്ചാക്കോ ബോബൻ്റെ ഫോട്ടോ അവിടെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ നടന്ന് KSRTC ബസ് സ്റ്റാൻഡ് അടുത്ത് എത്തിയിരിക്കുവാണ്. ഈ കാണുന്നതാണ് ആലപ്പുഴ KSRTC ബസ് സ്റ്റാൻഡ്. ഈ KSRTC ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെയാണ് ഇപ്പോഴും നിലവിൽ ബോഡിജെട്ടി പ്രവർത്തിക്കുന്നത്. കുറച്ച് നാൾ മുന്നേ വരെ ബോഡിജെട്ടി കുറച്ച് അങ്ങോട്ടേക്കായിരുന്നു. ഇപ്പോഴ് അവിടെ എന്തൊക്കെയോ ആ ഒരു പാലത്തിൻ്റെ എല്ലാം വർക്ക് നടക്കുന്നത് കൊണ്ട് ബോഡിജെട്ടി കുറച്ച് മുന്നിലേക്ക് മാറുകയാണ്, കുറച്ച് അങ്ങോട്ടേക്ക്. കോഴിക്കോടേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് ഈ കിടക്കുന്നത്. നമ്മളിങ്ങനെ KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിലൂടെ നടന്നു പോകുന്ന വഴിക്കെല്ലാം എന്താ കണ്ടില്ലേ, ഒരു ഭാഗത്തായിട്ട് ബോട്ടുകൾ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. ഇവിടുത്തെ പ്രധാന ബിസിനസ്സാണ് സഞ്ചാരം, വിനോദസഞ്ചാരം. ഇതാ നമ്മളിങ്ങനെ നടന്നു വരുന്ന വഴിക്ക് ഇവിടെ ആയിട്ട് നോക്കിയ ഒരു കളർഫുള്ളായിട്ടുള്ളൊരു പാലം കാണാം. ഈ പാലത്തിനോട് ചേർന്നാണ് പുതിയ ബോഡിജെട്ടിയുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കുവാണ്. ഇവിടെ ആയിട്ടൊരു ഡബിൾ ഡെക്കർ ബോട്ട് പോകുന്നുണ്ടല്ലോ. വലിയ ബോട്ടാണ് കേട്ടോ, നല്ല നീളമുള്ള ബോട്ടാണ്. പഴയ തടിയുടെ ബോട്ടാണ്, കാണാൻ ഭംഗി. ആ ബോട്ട് വന്നാൽ കൊള്ളാമായിരുന്നു. അത് നിലനിർത്തുക, ആ ഒരു പഴമ നിലനിർത്തുന്നതാണ് നല്ലത്. ഈ ഒരു ബോട്ട് എങ്ങോട്ടേക്ക് പോകുന്ന ബോട്ടാണ്, ആൾക്കാരെല്ലാം കയറുന്നുണ്ടല്ലോ. ഈ ബോട്ട് ഹൗസ്ഫുള്ളായിട്ടാണ് പോകുന്നത്. ഈ ബോട്ട് പുളിങ്കുന്ന് പോകുന്ന ബോട്ടാണ് കേട്ടോ. 1:45 ഒരു ബോട്ടുണ്ട് പുളിങ്കുന്ന് പോകാൻ. അപ്പോഴാ ബോട്ടായിരിക്കും ഈ ബോട്ട്. ഡബിൾ ഡെക്ക് ബോട്ട് പോയല്ലോ. എന്തായാലും ഞാൻ ബോട്ടിനകത്തേക്ക് കയറിയിട്ടുണ്ട്. ബോട്ട് ഇപ്പോൾ പുറപ്പെടും. അങ്ങനെ നമ്മുടെ ബോട്ട് ആലപ്പുഴ ബോഡിജെട്ടിയിൽ നിന്നും പുറപ്പെട്ടിരിക്കുവാണ്. നമുക്ക് സമാന്തരമായിട്ട് വേറെയും ടൂറിസ്റ്റ് ബോട്ടുകളെല്ലാം പോവുകയാണ്. അങ്ങനത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ട് നമുക്ക് മുന്നിലേക്ക് യാത്ര ചെയ്യാം. അങ്ങനെ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുന്നമട ഫിനിഷിംഗ് പോയിന്റിലൂടെയാണ്. വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റാണ് ഇതായി കാണുന്നത്. ഇതവിടെയായിട്ടെല്ലാം ധാരാളം ഹൗസ് ബോട്ടുകളെല്ലാം നിർത്തിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് വീതിയുള്ള കായലിലേക്ക് കയറിയിരിക്കുവാണ്. ഇതവിടെയായിട്ട് നോക്കിയാൽ വലിയൊരു 2 നില ബോട്ട് വരുന്നത് കണ്ടില്ലേ.
അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോൾ എനിക്കൊരു വിൻഡോ സീറ്റ് കിട്ടിയിരിക്കുവാണ്. കുറച്ചു നേരം എന്ന് വെച്ചാൽ വളരെ കുറച്ചു നേരം. ആദ്യത്തെ ബോട്ട് ജെട്ടിയിലേക്ക് അടുക്കുന്നതേ ഉള്ളൂ. ആദ്യത്തെ ബോട്ട് ജെട്ടിയിൽ ഇവിടെ ഈ ഒരു വിൻഡോ സീറ്റിലിരുന്ന ആൾ ഇറങ്ങി. എന്തായാലും ഞാൻ ഹാപ്പിയായി. ഇത്രയും ആളിരുന്നപ്പോഴേ വിൻഡോ സീറ്റ് കിട്ടില്ല എന്ന് വിചാരിച്ചതാണ്, പക്ഷേ കിട്ടി. അങ്ങനെ ആദ്യത്തെ ബോട്ട് ജെട്ടിയുടെ പേരാണ് നെഹ്റു ബോട്ട് ജെട്ടി. അങ്ങനെ നെഹ്റു ബോട്ട് ജെട്ടിയിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടിരിക്കുകയാണ്. കായലിൻ്റെ തീരത്തുള്ള കായലിനരികെയുള്ള പല പല കാഴ്ചകൾ കണ്ട് നമുക്ക് മുന്നിലേക്ക് പോവാം. ആകാശമെല്ലാം നല്ല നീല കളറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാനിങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഒരു മഴക്കോളായിരുന്നു. ഞാൻ വിചാരിച്ച ഒരു മഴയുടെ അന്തരീക്ഷമായിരിക്കും എന്നാണ് വിചാരിച്ചത്, പക്ഷേ അല്ല, ആകാശം തെളിഞ്ഞു കിടക്കുകയാണ്. ഇതെവിടെയായിട്ടൊരു ഷിക്കാര വെള്ളം വരുന്നുണ്ട്, ഷിക്കാര ബോട്ട്. അങ്ങനത്തെ ഓരോരോ വള്ളങ്ങൾ, ബോട്ടുകൾ എല്ലാം നമ്മൾ പോകുന്ന വഴിക്ക് കാണാം. ഇപ്പോൾ വേറൊരു ബോട്ട് ജെട്ടി എത്തിയിരിക്കുവാണ്. അപ്പുറത്തെ സൈഡിലായിട്ടാണ് ബോട്ട് ജെട്ടി ഉള്ളത്. അക്കരയും ഇക്കരയും മാറി മാറി ബോട്ട് ജെട്ടികൾ വരും. അതുകൊണ്ട് എല്ലാ ബോട്ട് ജെട്ടിയൊന്നും ചിലപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയെന്ന് വരില്ല, ക്ഷമിക്കുക. അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ മുന്നിലേക്ക് വന്നപ്പോൾ ഒരു ബോട്ട് ജെട്ടി എത്തിയിരിക്കുവാണ്. ഈ ബോട്ട് ജെട്ടിയുടെ പേരാണ് പുഞ്ചിരി ബോട്ട് ജെട്ടി. അവിടെ കുറച്ചധികം ആൾക്കാർ ഇറങ്ങാനുണ്ട്. അതും ബോർഡിൻ്റെ അപ്പുറ സൈഡിലായിട്ടാണ് ബോട്ട് ജെട്ടി ഉള്ളത്. ഐസ്ക്രീമിൻ്റെ മണി അടിക്കുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് മണി ശബ്ദം കേൾക്കാം. ആ കാണുന്ന വെള്ളം എനിക്ക് തോന്നുന്നു മീൻ പിടിക്കാൻ പോകുന്ന വെള്ളമാണെന്നാണ് തോന്നുന്നത്. ഇവിടെ എല്ലാവർക്കും വെള്ളമുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരു ബോട്ട് ജെട്ടിയിൽ നിർത്തിയായിരുന്നു. അമ്പലച്ചട്ടി എന്നാണ് ബോട്ട് ജെട്ടിയുടെ പേര്. ആ ബോട്ട് ജെട്ടിയോട് ചേർന്നൊരു അമ്പലം ഉണ്ടായിരുന്നു. അത് പക്ഷേ പെട്ടെന്ന് വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു പരിസരത്തുനിന്ന്, ഈ അമ്പലച്ചട്ടിയുടെ പരിസരത്തെന്ന് പറയുമ്പോൾ ആ ഒരു ബോർഡറിന് അപ്പുറത്തെ സൈഡിലായിട്ടും വെള്ളമാണ്. നടുക്കായിട്ട് വീടുകളെല്ലാം ഉണ്ട്. നോക്കേ, ഇങ്ങനത്തെ പല പല സ്ഥലങ്ങൾ നമ്മൾ പോകുന്ന വഴിക്കെല്ലാം ഉണ്ട്. നമ്മളങ്ങനെ കുറച്ചും കൂടെ മുന്നിലേക്ക് പോകുമ്പോൾ കായലിൽ ചെറിയ ചെറിയ മരങ്ങളും പായലും എല്ലാം ഒഴുകി വന്നിരിക്കുന്നത് കാണാം. കപ്പയ്ക്കാമരം എല്ലാം ഒഴുകി വന്നിരിക്കുന്നത് കാണാം. പിന്നെ ഇതാ ആഫ്രിക്കൻ പായൽ, ഇതെല്ലാം ഒഴുകി വന്നിരിക്കുന്നത് കാണാം. നല്ല മഴയല്ലായിരുന്നോ, അതുകൊണ്ട് ആ ഒരു മഴയത്ത് ഒഴുകി വന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇതാ നോക്കേ, കായലിൻ്റെ കളറിനും ഒരു വ്യത്യാസമുണ്ട്. സാധാരണ ഒരു പച്ച അല്ലെങ്കിൽ നീല കളറിലൊക്കെ കാണുന്നതാണ്. പക്ഷേ ഇപ്പോഴും നോക്കിയാൽ നല്ലൊരു കലക്ക വെള്ളത്തിൻ്റെ കളറിലാണ് കാണുന്നത്. കാര്യം അമ്മാതിരി മഴയാണ് പെയ്തത്. കലക്ക വെള്ളം പോലെ ഇരുന്നാലും അതൊരു പ്രത്യേക ഭംഗിയാണ്. ഇപ്പോഴും വേറൊരു ബോട്ട് ജെട്ടിയിലേക്ക് അടുക്കുവാണ്. ചെറുകായൽ ജെട്ടി. അപ്പുറത്തെ ഭാഗത്തായിട്ടും വെള്ളമാണ്, കണ്ടില്ലേ? നടുക്കായിട്ടൊരു ബോർഡർ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ടയറിന് പകരം ഇട്ടിരിക്കുന്ന വേറൊരു സംഗതിയാണ്, കാണിച്ചു തരാം. അല്ലെങ്കിൽ അടുത്ത ജെട്ടി എത്തുമ്പോഴേ കാണിച്ചു തരാം. എല്ലായിടത്തും ഉണ്ടത്. ടയറിന് പകരം ഇപ്പോഴും അതാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ആലപ്പുഴ കായൽ തീരങ്ങളിൽ ഒരുവിധപ്പെട്ട എല്ലാ സംഗതികളും വള്ളത്തിലും ബോട്ടിലുമാണ് കൈമാറ്റം ചെയ്യുന്നത്. ഇതാ നോക്കേ, ഗ്യാസ് കുറ്റികളെല്ലാം വള്ളത്തിൽ കയറ്റി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? നമ്മുടെ നാട്ടിലെല്ലാം പെട്ടിയാട്ടോയിലല്ലേ കൊണ്ടുവരുന്നത്. പെട്ടിയാട്ടോ എന്ന് വെച്ചാൽ എയ്സ്, ആപ്പെ, അതേപോലത്തെ വണ്ടിയിലല്ലേ കൊണ്ടുവരുന്നത്. ഇത് നോക്കേ, വള്ളത്തിൽ നിറയെ ഗ്യാസ് കുറ്റികൾ. ഇതാ നമ്മൾ വേറൊരു ബോട്ട് ജെട്ടിയിലേക്ക് എത്താറായപ്പോൾ ആ ബോട്ട് ജെട്ടിയിൽ വേറൊരു ബോട്ട് നിർത്തിയിട്ടിരിക്കുവാണ്. അതെടുത്തെങ്കിൽ മാത്രമേ, അത് അവിടെ നിന്ന് മാറിയെങ്കിൽ മാത്രമേ നമ്മുടെ ബോട്ടിന് അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ. ആ ബോട്ട് അവിടെ നിന്നും പുറപ്പെടുവാണ്. നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ആലപ്പുഴ കൈനഗിരി അങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ബോട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട്. ഈ ബോട്ട് ജെട്ടി അത്യാവശ്യം വലിയ ബോട്ട് ജെട്ടിയാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഇരിക്കാൻ വേണ്ടി ബെഞ്ചും അങ്ങനത്തെ സംവിധാനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടൊരു വീടെല്ലാം ഉണ്ട്. വീടാണോ ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണോ, വീടല്ലെന്നാണ് തോന്നുന്നത്. ഇവിടെയായിട്ട് വലിയ ഹൗസ് ബോട്ടെല്ലാം നിർത്തിയിട്ടിട്ടുണ്ട്. ഇതാ നോക്കേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ ഗ്യാസ് കുറ്റി കൊണ്ടുപോയില്ലായിരുന്നോ, അതേപോലെ
വാഴക്കൊല കൊണ്ടുപോവാണ്. അങ്ങനെ പല പല കാര്യങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിന് വള്ളം, ബോട്ട് അതെല്ലാം യൂസ് ചെയ്യും. അങ്ങനെ വേറൊരു ബോട്ട് ചട്ടിയിൽ എത്തിയിരിക്കുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ടയറിന് പകരം യൂസ് ചെയ്യുന്ന സംഗതി. ഇതാ കണ്ടില്ലേ, ഈ ഒരു റബ്ബറിന്റെ ആ ഒരു മെറ്റീരിയലാണ് ഇപ്പോഴും ടയറിന് പകരമായിട്ട് ബോട്ട് ചട്ടികളിൽ യൂസ് ചെയ്ത് വരുന്നത്. അങ്ങനെ ആ ഒരു ബോട്ട് ചട്ടിയിൽ നിന്നും വീണ്ടും നമ്മുടെ ബോട്ട് മുന്നിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. പല പല ഭാഗത്തു നിന്നും ഹൗസ് ബോട്ടുകളെല്ലാം വന്നിട്ടിരിപ്പുണ്ട്. ഇതാ കണ്ടില്ലേ, എല്ലാ വഴികളിൽ നിന്നും, വഴികൾ എന്ന് തന്നെ പറയാം, കാര്യം ബോട്ടുകളല്ലേ ഇവിടെ കൂടുതലായിട്ടും ഉള്ളത്. ആ ഒരു വഴിയിലൂടെ ഹൗസ് ബോട്ട് വരുവാണ്. അക്കരയിലെ ബോട്ട് ചട്ടിയിലേക്ക് അടുപ്പിച്ചിരിക്കുവാണ്. അങ്ങനെ അക്കരയും ഇക്കരയും അക്കരയും ഇക്കരയും മാറി മാറി ഓരോരോ ജട്ടികളിലേക്ക് അടുപ്പിക്കാറുണ്ട്. ഇതൊരു പരുന്ത് എന്തോ മീനിനെ കടിച്ചിട്ട് പോകുന്നുണ്ട്. എന്താണെന്ന് കാണാൻ പറ്റിയില്ല. ഏതാ നോക്കേ, ഒരു ചക്ക പൊങ്ങി കിടക്കുന്ന നോക്കേ. നമ്മൾ പോകുന്ന വഴിക്ക് ഓരോരോ വീടുകളുടെയും ഫ്രണ്ടിൽ ഗ്യാസ് കുറ്റി വെച്ചിരിക്കുന്നത് കാണാം. ഇതാ കണ്ടില്ലേ, എനിക്ക് തോന്നുന്നു നേരത്തെ നമ്മളൊരു വള്ളം കണ്ടായിരുന്നല്ലോ, ആ വള്ളം ഗ്യാസ് കുറ്റി എടുക്കാൻ വേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അതാണ് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത്. ഓരോരോ വീടുകളുടെയും ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. സത്യത്തിൽ ഹോട്ടലിൽ നിന്ന് ചിക്കൻ ബിരിയാണി കഴിച്ചതിന് ശേഷം ഹോട്ടലിൽ നിന്നും വെള്ളം കുടിച്ചായിരുന്നു, അല്ലാതെ കടയിൽ നിന്നും വെള്ളം വാങ്ങിയില്ല. ഇപ്പോഴും ചെറുതായിട്ട് ദാഹിക്കുന്നുണ്ട്. അപ്പോഴേ സത്യത്തിൽ ഈ ഒരു വെള്ളം കാണുമ്പോൾ അങ്ങ് കോരി കുടിക്കാനാണ് തോന്നുന്നത്. ഇഷ്ടം പോലെ വെള്ളം, ദാഹിച്ചിരിക്കുമ്പോഴേ വെള്ളം കാണുമ്പോൾ കുടിക്കാൻ തോന്നുവാണ്. അതും പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കുകളോ അങ്ങനെയൊന്നും കാണുന്നില്ലല്ലോ, നല്ല വൃത്തിയായിട്ടാണ് കാണുന്നത് വെള്ളമേ. കലക്ക വെള്ളം പോലെയാണ് കാണുന്നതെങ്കിലും വൃത്തിയുണ്ടല്ലോ, വേറെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് കോരി കുടിക്കാൻ തോന്നുവാണ്. ഇപ്പോഴൊരു ബോട്ട് ചട്ടിയിലേക്ക് ബോട്ട് അടുപ്പിച്ചിരിക്കുവാണ്. എന്താ ഇവിടെ ബോട്ട് ചട്ടിയിലായിട്ട് മാങ്ങയെല്ലാം പിടിച്ച് നിൽപ്പുണ്ട്. അങ്ങനെ നമ്മൾ മാങ്ങ പിടിച്ച് നിൽക്കുന്നതെല്ലാം കണ്ടിട്ട് കുറച്ചും കൂടെ മുന്നിലേക്ക് വന്നപ്പോഴത്തെ ഇവിടെ ആയിട്ട് നോക്കേ, ഒരു പള്ളിയും സ്കൂളും എല്ലാം കൂടെ ചേർന്നൊരു കെട്ടിടമാണെന്നാണ് തോന്നുന്നത്. അത് കണ്ടിട്ടേ, ദൈവം സ്നേഹമാകുന്നു അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ സ്നേഹത്തിന് വേണ്ടി ആടിയും പീടിയും ഇടിയും നാശമൊക്കെ. ഇതോ നോക്കേ, അവിടെ ആയിട്ടൊരു ബാങ്കിന്റെ കെട്ടിടം കണ്ടില്ലേ? ഇതേപോലത്തെ ഒരു ബാങ്കിന്റെ കെട്ടിടം നമ്മൾ വേറെ എവിടെയും കണ്ടു കാണത്തില്ല. ഒരു നാടൻ, തനി നാടൻ. ഇവിടെ ആയിട്ട് ഇത്രയും വെള്ളത്തിന്റെ അരികിലായിട്ട് വാട്ടർ ടാങ്ക്, ചുറ്റും വെള്ളം. പക്ഷെ കുടിക്കാൻ ഈ വെള്ളം പറ്റില്ല. വാട്ടർ എവരിവെയർ, നോട്ട് എ ഡ്രോപ്പ് ടു ഡ്രിങ്ക്, അങ്ങനൊരു പഴമൊഴിയോ അങ്ങനൊരു പറച്ചിലുണ്ടല്ലോ, അതേപോലെ. ഞാനിതാ ഇത് വായിച്ചത് ആദ്യം അററുവാത്തല, അതോ അററുവാത്തല, ആറ്റുവാത്തല എന്നാണ്. ഇതാ നമ്മൾ ബോട്ടിൽ പോകുന്ന വഴിക്കല്ലാണ്ട് ഇതേപോലത്തെ മനോഹരമായിട്ടുള്ള പാലങ്ങൾ കാണാൻ സാധിക്കും. കണ്ടില്ലേ, ഇതേപോലത്തെ ചെറിയ ചെറിയ പാലങ്ങൾ, സ്കൂട്ടറുകൾ, ബൈക്കുകൾ, അങ്ങനത്തെ വാഹനങ്ങൾ പോകുന്ന കുഞ്ഞു കുഞ്ഞു പാലങ്ങൾ. അത് കാണാൻ നല്ല ഭംഗിയാണ്. അതിന് നടുവിലൂടെ വേറൊരു വഴി, വേറൊരു ജലപാത കാണുന്നുണ്ട്. അങ്ങനെ ഓരോരോ ഭാഗത്തേക്കും ബോട്ടിൻ്റെയും വള്ളത്തിൻ്റെയും ആക്സസ് ഉണ്ട്. അങ്ങനെ ഇപ്പോൾ എത്തിയിരിക്കുന്ന ഈ സ്ഥലമാണ് സെൻറ് മേരീസ് ഹൈസ്കൂൾ കൈനഗിരി. ആ ഒരു ബോട്ട് ചട്ടിയിലേക്ക് ബോട്ട് അടുക്കുവാണ്. ഇന്ന് പഠിത്തമില്ലേ? ഇന്ന് സ്കൂള് അവധിയാണെന്നാണ് തോന്നുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു മഴയുടെ ഇത് കാരണം എന്തെങ്കിലും അലേർട്ട് കൊടുത്തിരിക്കുന്നതാണോ? കറക്റ്റ് അലേർട്ട് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇന്ന് നല്ല വെയിൽ പഠിക്കുന്നുണ്ട്. ഇതേ ഇപ്പോഴ് ഒരു അമ്പലം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ, നല്ല മനോഹരമായിട്ടുള്ളൊരു അമ്പലം. ഷോ അത് മിസ് ചെയ്തു. നോക്കട്ടെ, നമുക്ക് തിരികെ ഇതുവഴി വരുവാണെന്നുണ്ടെങ്കിൽ ആ അമ്പലത്തിൽ ഒന്ന് കയറാം. ബോട്ട് ചട്ടിയുടെ പേര് കൈനഗിരി പഞ്ചായത്ത് ബോട്ട് ചട്ടി. അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ച് ദൂരം മുന്നിലേക്ക് വന്നപ്പോൾ കായലിൻ്റെ വീതി, നമ്മൾ പോകുന്ന ജലപാതയുടെ വീതി കുറഞ്ഞിട്ടുണ്ട്. എവിടെയായിട്ട് നോക്കിയ ഒരു ചായക്കട, കണ്ണാടിപ്പെട്ടിയിൽ വാഴയ്ക്കാപ്പവും വടയെല്ലാം ഇരിപ്പുണ്ട്. എന്തായാലും നമ്മൾ ഈ ഒരു പോകുന്ന വഴി കൊള്ളാം. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഏകദേശം നമ്മൾ ബോട്ട് പോകുന്നതിൽ നിന്ന് ഒരു 12 അടി അങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാൽ കരയാണ്.
അത്രയ്ക്ക് അടുത്തുകൂടെയാണ് പോകുന്നത്. ഇതാ നോക്കിയ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ വള്ളം നിർത്തി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ എല്ലാ വീടുകളിലും വള്ളമുണ്ടെന്ന്. ഇത് എവിടെയായിട്ട് ഹെയർ കട്ടിങ്, വള്ളത്തിൽ വന്ന് മുടി വെട്ടിയിട്ട് പോവാം. വാട്ടർ ATM, സെന്റ് ആന്റണീസ് ഹോസ്പിറ്റൽ. ഈ ബോട്ട് ജെട്ടിയുടെ പേരാണ് ഹോസ്പിറ്റൽ ബോട്ട് ജെട്ടി. ഇതാ നോക്കേ, തെങ്ങുകളെല്ലാം ചായഞ്ഞ് കായലിലേക്ക് നിൽക്കുവാണ്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്, തനി നാടൻ ഭംഗി. ഇവിടെ മണൽച്ചാക്കെല്ലാം നിറച്ച് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? അതിങ്ങനെ അടുക്കി അടുക്കി വെക്കും, വെള്ളം പൊങ്ങുമ്പോൾ ഒരുപാട് അങ്ങോട്ടേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ കാലാവസ്ഥ തണുപ്പെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇത്രയും വെള്ളവും ആ ഒരു പച്ചപ്പെല്ലാം കണ്ടപ്പോൾ മനസ്സിനൊരു തണുപ്പുണ്ടല്ലോ, എന്തോ ഒരു പ്രത്യേകത അത് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ വെള്ളം നിൽക്കുന്നതിനേക്കാൾ താന്നാണ് അപ്പുറത്ത് വീടെല്ലാം നിൽക്കുന്നത്. നോക്കേ, വീടും അപ്പുറത്തെ പറമ്പെല്ലാം കുറച്ച് താന്നാണ് നിൽക്കുന്നത്. അവിടെ എല്ലാം വെള്ളം കെട്ടി നിൽപ്പുണ്ട്. താമസിക്കുന്നവരുടെ അവസ്ഥ കുറച്ച് ദുരിതമാണ് കേട്ടോ. കാണാൻ ഭംഗിയുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ മണൽ ചാക്ക് നിറച്ച് വെച്ചിരിക്കുന്നത്. ഇതേപോലെ ചാക്ക് നിറച്ച് വെച്ചിട്ട് കണ്ടില്ലേ, അപ്പുറത്തായിട്ട് മണ്ണും വയ്ക്കും. അപ്പോൾ ഒരുപാട് വെള്ളം അങ്ങോട്ടേക്ക് ഇറങ്ങില്ല. കണ്ടില്ലേ ബോട്ട് പോകുന്നതിൻ്റെ ഓളം അടിക്കുന്നത്. ആ ഒരു ഓളത്തിൽ നിന്നും അവർക്ക് രക്ഷ നേടാം. നോക്കെ കുഞ്ഞൊരു വെള്ളം. ഇതാ കണ്ടില്ലേ, ഇവിടെ എല്ലാം ഈ വീടുകളുടെ എല്ലാം ഫ്രണ്ടിൽ ഇതേപോലെ മണൽച്ചാക്ക് നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു പാലത്തിന് താഴെ കൂടെയാണ് വന്നത്, ഒരു നടപ്പാലം. ഇതാ ഒരു ബാലൻ. ഒരു തണലുള്ള വഴിയിലേക്ക് ബോട്ട് കയറിയിരിക്കുവാണ്. ഇവിടെയൊക്കെ ആയിട്ട് നല്ല നല്ല മരങ്ങൾ നിൽപ്പുണ്ട്, ചെമ്പരത്തിയൊക്കെ നിൽപ്പുണ്ട്. ഇതാ കണ്ടില്ലേ, മാവെല്ലാം ചാഞ്ഞ് കായലിലേക്ക് നിൽക്കുന്നത്. പറമ്പിൽ നിൽക്കുന്നെങ്കിലും മാങ്ങയെല്ലാം നേരെ കായലിലേക്കായിരിക്കും വീഴുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു തണലുള്ള വഴിയിലൂടെ വന്നപ്പോഴാ നോക്കെ വെള്ളത്തിന് ഒരുപാട് ഓളമൊന്നുമില്ല, ശാന്തമായി കിടക്കുവാണ്. ഇതാ നമുക്ക് ഓപ്പോസിറ്റ് സൈഡായിട്ട് ഒരു യാത്രാ ബോട്ട് വരുന്നുണ്ട്, ദൂരേന്ന് വരുന്നുണ്ട്. സത്യത്തിൽ ഈ ബോട്ടിനേക്കാൾ ഭംഗി തടിയുടെ ബോട്ടാണ്. തടിയുടെ ബോട്ട് സർവീസ് ഉണ്ട് ഇവിടെ, പക്ഷേ ഈ സമയത്ത് ഞാൻ ഈ റൂട്ട് വന്നപ്പോഴും വേറെ എവിടെയും കണ്ടില്ല. അല്ലാതെ ഞാൻ ആലപ്പുഴ ബോട്ട് ചെട്ടിയിൽ നിന്നപ്പോൾ ഒരെണ്ണം ഓടിപ്പോകുന്നത് കണ്ടായിരുന്നു. ഇത് ഭംഗിയില്ല എന്നല്ല പറയുന്നത്, പക്ഷേ തടിയുടെ ബോട്ട് കാണാൻ കുറച്ചും കൂടെ ഭംഗിയാണ്. ഇതവിടെയായിട്ട് നോക്കി തുണി കഴുകിയിട്ടിരിക്കുന്നത്. നല്ല കാറ്റുമുണ്ട്, അത്യാവശ്യം വെയിലുമുണ്ട്. കഴുകി ഇട്ടാൽ മാത്രം മതി, അപ്പോഴേ ഉണങ്ങും. സത്യത്തിൽ കഴുകി അക്ഷയിലൊന്നും ഇരിക്കേണ്ട കാര്യമില്ല, കഴുകി അതും ഇട്ടുകൊണ്ടങ്ങ് നടന്നാൽ മതി, തനിയെ ഉണങ്ങിക്കോളും കാറ്റടിച്ചേ. ഈ സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നോക്കേ, നല്ല തുളുമ്പുന്ന വെള്ളവും അപ്പുറത്തെ സൈഡിലായിട്ട് വലിയ വയലും കാണാൻ നല്ല ഭംഗിയുണ്ട്.
അങ്ങനെ നമ്മൾ കുറേ കൂടെ മുന്നിലേക്ക് വന്നപ്പോഴതായി ഈ കാണുന്നതാണ് നെല്ല് ഗവേഷണ കേന്ദ്രം. MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രം, മാങ്കൊമ്പ്. എവിടെയായിട്ട് നോക്കിയ ബോട്ട് ജെട്ടിയെല്ലാം വെള്ളത്തിൽ മുങ്ങി നിൽക്കുവാണ്. അങ്ങനെ നമ്മൾ ഒരു പാലത്തിന് താഴെ കൂടെ പോകാൻ വേണ്ടി പോവുകയാണ്. ഒരുപാട് വലിയ പാലമൊന്നുമല്ല, ചെറിയൊരു പാലം. പാലത്തിന് താഴെയായിട്ട് പ്രാവുകളെല്ലാം ഇരിക്കുക കണ്ടില്ലേ. അങ്ങനെ നമ്മൾ കുറച്ചധികം ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം പുളിങ്കുന്നെത്തിയിരിക്കുവാണ്. കുറച്ചധികം ദൂരം എന്ന് വെച്ചാൽ യാത്രയ്ക്ക് കുറച്ച് സമയം എടുത്തതേ ഉള്ളൂ. ദൂരം കുറവാണ്. കായലിലൂടെ വന്നതുകൊണ്ട് അക്കരയും ഇക്കരയും എല്ലാം ബോട്ട് നിർത്തി വന്നതുകൊണ്ട് സമയം എടുത്തതേ ഉള്ളൂ. ഇവിടെ നിന്നും ആലപ്പുഴയിലേക്ക് പോകാൻ റോഡ് മാർഗം 15 കിലോമീറ്റർ അടുപ്പിച്ചേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് 1:45 യാത്ര പുറപ്പെട്ടു. വൈകുന്നേരം 4:30 ആയപ്പോൾ പുളിങ്കുന്നെത്തിയിരിക്കുവാണ്. ഈ കാണുന്നതാണ് പുളിങ്കുന്ന് പള്ളി. പല സിനിമകളിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും ബോട്ട് ജെട്ടിയിലേക്ക് ബോട്ട് അടുപ്പിക്കാൻ പോവുകയാണ്. ഇതാ നോക്കേ, റോഡിലേക്കെല്ലാം വെള്ളം കയറി കിടക്കുവാണ്. അങ്ങനെ ഞാൻ ബോട്ട് ജെട്ടിക്ക് പുറത്തേക്ക് ഇറങ്ങുവാണ്. നോക്കേ, വെള്ളം കെട്ടി കിടക്കുക. തണുത്ത വെള്ളം. എന്തായാലും കൊള്ളാം കേട്ടോ, ഒരു വ്യത്യസ്തമായ എക്സ്പീരിയൻസ്. മഴ സമയത്ത് വന്നതുകൊണ്ടാണ് ഇങ്ങോട്ടേക്കെല്ലാം വെള്ളം കയറി കിടക്കുന്നത്. ഇല്ലെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടില്ല. അടിപൊളി. ബൈക്കിലൊക്കെ വന്നാൽ അടിപൊളിയായിരിക്കും. പുളിങ്കുന്നോ എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. NN00. കൊള്ളാം കേട്ടോ, ഈ വെള്ളത്തിലൂടെ ഇങ്ങനെ നടന്ന് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാൻ തോന്നുവാണ്. ഇവിടെ ആയിട്ട് അമലോത്ഭവ LP സ്കൂൾ. വെറൈറ്റി പേരാണല്ലോ. ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ട് മരങ്ങളെല്ലാം ചാഞ്ഞ് വെള്ളത്തിലേക്ക് നിൽക്കുവാണ്. കായൽ തീരത്ത് നിൽക്കുന്ന മരങ്ങളുടെ പ്രത്യേകത അതാണ്. എല്ലാം ചാഞ്ഞ് കായലിലേക്ക് നിൽക്കും. ഇതാ ഇവിടെ വേറൊരു മരവും ചാഞ്ഞ് നിൽക്കുന്നത് കണ്ടില്ലേ. അങ്ങനെ എല്ലാ മരങ്ങളും ചാഞ്ഞ് കായലിലേക്ക് നിൽക്കുവാണ്. എന്തായാലും നമുക്ക് ആ ഒരു പള്ളിയുടെ പരിസരത്തേക്കെല്ലാം പോയിട്ട് വരാം. ഇവിടെ വെച്ചിട്ടാണ് ഗൗതം വാസുദേവ മേനോൻ ചിമ്പുവിനെ വെച്ചിട്ട് വിണ്ണൈ താണ്ടി വരുക എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തത്. പിന്നെ ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ നരിവേട്ട എന്ന് പറഞ്ഞ സിനിമയിലെ മിന്നൽ വള എന്ന് പറഞ്ഞ പാട്ട്, അതിൽ ടോവിനോ എല്ലാം ഇവിടെ വന്ന് അഭിനയിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ കടകളൊക്കെ ഇരിക്കുന്നത് നോക്കേ, വെള്ളത്തിൽ. മഴക്കാലം ആയതുകൊണ്ടാണ് ഇപ്പോഴും ഒരു മഴയുടെ ഒരു അന്തരീക്ഷം ഉണ്ട് കേട്ടോ. മിക്കവാറും ഇപ്പോഴും കുറച്ച് കഴിയുമ്പോഴും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. എന്തായാലും ഈ ഒരു പഴയ കെട്ടിടങ്ങളെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ, മഴ തുടങ്ങി. ഇതാ കണ്ടില്ലേ, ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടും ഷൂട്ടിംഗ് നടന്നിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ ആദ്യമായിട്ട് കാണിക്കുമെന്നല്ല, ഒരുപാട് വീഡിയോസ് ഇതിനു മുമ്പേ പലരും ചെയ്തിട്ടുണ്ട്. ഇവിടെ പള്ളിയുടെ അടുത്ത് ബോർഡ് വെച്ചിട്ടുണ്ട്, സെന്റ് മേരീസ് ഫൊറാനോ ചർച്ച് പുളിങ്കുന്ന്. മലയാളത്തിലും ഇംഗ്ലീഷിലും തമിഴിലും എഴുതിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, തമിഴ് സിനിമയുടെ എല്ലാം ഷൂട്ടിങ്ങും എല്ലാം ഇവിടെ വെച്ച് നടന്നിട്ടുണ്ട്. വിണ്ണൈ താണ്ടി വരുവായ എന്ന് പറഞ്ഞിട്ട് ആ ഒരു തമിഴ് സിനിമയിൽ തൃശയുടെ നാടായിട്ട് കാണിക്കുന്നത് ഈ ഒരു സ്ഥലമാണ്. അങ്ങനെ തൃശയെ കാണാൻ വേണ്ടിയിട്ട് ചിമ്പു ബൈക്കൊക്കെ എടുത്ത് പുറപ്പെടുന്നൊരു സീനൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ നടന്ന് ആ ഒരു പള്ളിക്ക് മുന്നിലേക്ക് വന്നിരിക്കുവാണ്. ഈ കാണുന്നതാണ് ആ ഒരു പള്ളി. അങ്ങനെ മഴ പെയ്തു തുടങ്ങി കേട്ടോ. ഞാൻ കുട എടുത്തു. അങ്ങനെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന ബോട്ട് തിരികെ പോവുകയാണ്. ഞാൻ ആ ബോട്ടിൽ പോയില്ല. ഞാൻ ഇവിടെ നിന്ന് തിരികെ ബസ്സിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. ബസ്സിൽ ഇവിടെ നിന്നും ഒരു അരമണിക്കൂർ കൊണ്ട് ആലപ്പുഴ എത്തും. ബോട്ടിൽ 2.5 മണിക്കൂർ എടുത്തു. ഞാനിങ്ങനെ ഓരോരോ ലൊക്കേഷനായിട്ടൊന്നും കാണിക്കുന്നില്ല. ഈ പരിസരം എല്ലാം പല സിനിമകളിലും കാണിച്ചിട്ടുള്ളതാണ്. ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ നരിവേട്ട എന്ന് പറഞ്ഞ സിനിമയുടെ ഭാഗങ്ങളായിരിക്കും കുറച്ച് ആൾക്കാർക്ക് ഓർമ്മയുള്ളത്. അതിലെ പാട്ടല്ലേ ഹിറ്റായിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പരിസരത്തെല്ലാം വെച്ച് ആ പാട്ടിൻ്റെ പല ഭാഗങ്ങൾ
ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതോ ആ ഒരു ആസ്പെക്ട് ഇട്ട് ആ ഒരു ഭാഗത്ത് നിന്ന് ടോവിനോയുടെ ഒരു കുറച്ച് സീനെല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെല്ലാം നിന്നിട്ട് ടോവിനോയുടെ ഒരു സീനെല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നപ്പോൾ ഇതാ നോക്കേ, ദൂരെയായിട്ട് ജങ്കാർ പോകുന്നത് കണ്ടില്ലേ? ജങ്കാർ സർവീസ് ഉണ്ടല്ലേ എപ്പോഴും ഇവിടെ പല പല സ്ഥലങ്ങളായിട്ട് കാണും. കാര്യം എല്ലായിടത്തും കായലും നദിയെല്ലാം അല്ലേ. അതുകൊണ്ട് ആൾക്കാർക്ക് അക്കരയും ഇക്കരയും എല്ലാം പോകണമെങ്കിൽ ഇതേപോലത്തെ ജങ്കാർ സർവീസും വള്ളവും എല്ലാം വേണം. അങ്ങനെ നമ്മൾ പുളിങ്കുന്ന് വന്നിറങ്ങുമ്പോൾ തന്നെ ഇവിടെ ആയിട്ട് അത്യാവശ്യം സ്നാക്സും ബിരിയാണിയൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട് കേട്ടോ. ബിരിയാണി, മസാല ദോശയുടെ എല്ലാം ഫോട്ടോ ഒക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ കോഫി, ചായ, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഞാൻ വന്നിറങ്ങിയപ്പോൾ തന്നെ ഒരു നാരങ്ങ വെള്ളം കുടിച്ചായിരുന്നു. ഇതാ ഈ കടയിൽ നിന്ന് നല്ല നാരങ്ങ വെള്ളമായിരുന്നു. 25 രൂപ. ഇവിടെ ആയിട്ട് നോക്കേ, ലഡുവും അങ്ങനത്തെ സ്നാക്സും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. ഈ സ്ലിപ്പോൺസ് ചെരുപ്പിൻ്റെ സൗണ്ട്, ബ്ലക്ക് ബ്ലക്ക് സൗണ്ട്. അങ്ങനെ മഴയുടെ ഒരു കാലാവസ്ഥയൊക്കെ വന്നിട്ട് വീണ്ടും വെയിലടിച്ചിരിക്കുവാണ്. കണ്ടില്ലേ, കാലാവസ്ഥയെല്ലാം തെളിഞ്ഞു. എന്തായാലും ഇവിടെ ആയിട്ടൊരു ചായക്കടയൊക്കെ ഉണ്ട്. നമുക്ക് ആ ഒരു ജങ്കാറിൻ്റെ പരിസരം വരെ ഒന്ന് നടന്നിട്ട് വരാമല്ലേ. നടന്നിട്ട് വരുന്ന കാര്യം ചിലപ്പോഴേ നടക്കുള്ളൂ. കാര്യം ഇപ്പോൾ സമയം വൈകുന്നേരം 5:30 ആയിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ ഈ ജങ്കാർ കയറി അക്കരയിലേക്ക് പോകും. അക്കരയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്നും ആലപ്പുഴയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ്സുണ്ട്. ആ ബസ്സിൽ കയറി വിടാനാണ് എൻ്റെ പ്ലാൻ. നോക്കട്ടെ. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ നിന്നും തിരികെ വന്നിട്ട് നമ്മളാ നിന്ന് പള്ളിയുടെ പരിസരം ഉണ്ടല്ലോ, ആ പള്ളിയുടെ അടുത്ത് നിന്ന് കുറച്ച് അങ്ങോട്ടേക്ക് നടന്നു കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരിക്കും ആലപ്പുഴയ്ക്കെല്ലാം പോകുന്ന ബസ് അവിടെ നിന്നും കിട്ടും. രണ്ടിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് നോക്കാം. ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെയും നേരത്തെ പോലെ വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗമുണ്ട്. പക്ഷെ ഇവിടെ കുറച്ചും കൂടെ പൊക്കത്തിൽ വെള്ളം ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. അതോ ഒരു ചേട്ടനൊക്കെ നടന്നു പോകുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ വഴിയിലൂടെ നടന്നു പോവാം. ചെരുപ്പിൻ്റെ മാക്രിയുടെ കണക്കത്തെ സൗണ്ട് വെള്ളം കയറിയപ്പോഴത്തേക്കും. അങ്ങനെ ഞാൻ നടന്ന് ആ ഒരു ജങ്കാറിൻ്റെ പരിസരത്ത് എത്തിയിരിക്കുവാണ്. ഇതെവിടെയായിട്ട് ചെറിയൊരു സൂപ്പർ മാർക്കറ്റെല്ലാം ഉണ്ട്, കണ്ടില്ലേ? അങ്ങനെ എന്തായാലും നമുക്ക് ജങ്കാറിന് വേണ്ടി നോക്കാം. റോഡ് ഇവിടം വരെ ഉള്ളു കേട്ടോ. അതാ നോക്കേ, റോഡ് ഇവിടെ അവസാനിക്കുന്നു. ഏകദേശം ഈ ഒരു തെങ്ങ് കെട്ടിയിരിക്കുന്നില്ലേ, തെങ്ങിൻ കുറ്റി, ഇത് ജങ്കാറിൻ്റെ കടവിൻ്റെ ആ ഒരു ബോർഡറാണ്. അപ്പുറത്തേക്ക് ആഴമാണ്. കായലും റോഡും മാറും എല്ലാം ഒരേ ലെവലിൽ കിടക്കുക. നോക്കേ, ഈ ഒരു മഴക്കാലത്ത് വരുന്നവർ സൂക്ഷിക്കുക. എന്തായാലും ജങ്കാർ അക്കരയിൽ നിന്നും ഇക്കരയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കാര്യമായിട്ടാണ് വരുന്നത്. ജങ്കാർ ഇക്കരയിലേക്ക് അടുത്തിരിക്കുവാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചേട്ടനോട് ചോദിച്ചു അക്കരയിൽ നിന്ന് കഴിഞ്ഞാൽ ബസ് കിട്ടുമെന്ന്. അപ്പോൾ പറഞ്ഞു ബസ് ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. നമുക്ക് അക്കരയിലേക്ക് പോവാം. വേണ്ട. ആ അതെ അതെ. അങ്ങനെ നമ്മൾ ജങ്കാറിലേക്ക് കയറാൻ വേണ്ടി നിന്നപ്പോൾ ഇതാ ഒരു വള്ളത്തിൽ മീനൊക്കെ ആയിട്ട് വന്നിരിക്കുവാണ്. ഓ, നന്തലാണിത്. അങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മൾ ആ നിന്ന പള്ളിയുടെ അടുത്തുനിന്ന് നേരെ ഒരു റോഡുണ്ട്, ആ റോഡ് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ബസ് കിട്ടും. അപ്പോൾ അതിൽ കയറി പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴിവിടെ ജങ്കാറിൻ്റെ അടുത്ത് വന്നപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ജങ്കാർ കയറി അക്കരയിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ബസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. വെള്ളപ്പൊക്കത്തിൻ്റെ ആ ഒരു കാഠിന്യമൊക്കെ കുറഞ്ഞെന്നാണ് പറഞ്ഞത്. അപ്പോഴെന്തായാലും നമുക്ക് അക്കരയിലോട്ട് പോയിട്ടേ അവിടെ നിന്നിട്ട് ചങ്ങനാശ്ശേരിയിലേക്കോ ഇല്ലാന്നുണ്ടെങ്കിൽ ആലപ്പുഴയിലേക്കോ പോവാം. ആലപ്പുഴയിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ചങ്ങനാശ്ശേരിയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. കാര്യമെന്ന് വെച്ചാൽ രാത്രി 8 മണി സമയത്ത് ചങ്ങനാശ്ശേരിയിൽ നിന്നും, അതായത് എറണാകുളത്ത് നിന്ന് ഓടി വരുന്ന മെമു ഉണ്ട്. അപ്പോഴേ ചങ്ങനാശ്ശേരിയിൽ നിന്നും രാത്രി 8 മണി ആ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി രാത്രി ഒരു 10:30 ആ ഒരു സമയം അടുപ്പിച്ച് കൊല്ലം എത്തും. അപ്പോഴതിൽ കയറി വിടാനാണ് എൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ. എന്തായാലും നമുക്ക് ജങ്കാറിലെ ആൾക്കാരെല്ലാം ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിരിക്കുവാണ്. അവർ തിരികെ വരട്ടെ, എന്നിട്ട് നമുക്ക് അക്കരയിലേക്ക് പോയിട്ട് ബസ്സിൽ കയറി വിടാം. സത്യത്തിൽ ഈ ഒരു ജങ്കാർ കടവിൽ നിന്നിട്ടേ ആ ഒരു പള്ളി കാണാൻ നല്ല വ്യൂ ഉണ്ട്. അടിപൊളിയല്ലേ? നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് അവിടെ വന്നിട്ടുണ്ട്.
ആൾക്കാരെല്ലാം വെള്ളത്തിലേക്കാണ് ഇറങ്ങുന്നത്. അങ്ങനെ നമ്മുടെ ജങ്കാർ അക്കരയിലേക്ക് പോവുകയാണ്. ഈ ബസ് ചങ്ങനാശ്ശേരിക്ക് പോകുന്ന ബസ്സാണ്, കണ്ടില്ലേ? അപ്പോഴെന്തായാലും നമുക്ക് ചങ്ങനാശ്ശേരിയിൽ പോയിട്ട് അവിടെ നിന്നും ട്രെയിനിൽ കയറി വിടാം. ഇതാ നോക്കേ, ബാങ്ക് എല്ലാം വെള്ളത്തിലായല്ലോ. എന്തായാലും നമുക്ക് അതാ അങ്ങനെ ഞാൻ ചങ്ങനാശ്ശേരിക്ക് ടിക്കറ്റ് എടുത്തിരിക്കുവാണ്. 23 രൂപ. ഇതാ നോക്കേ, വയലും റോഡും എല്ലാം ഒരേപോലെ കിടക്കുവാണ്. നോക്കേ, എല്ലായിടത്തും വെള്ളം. അങ്ങനെ ഞാൻ ചങ്ങനാശ്ശേരിയിൽ വന്ന് ബസ് ഇറങ്ങിയിരിക്കുവാണ്. ഇനി ഞാൻ ഇവിടെ നിന്നും ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് വെച്ച് നടക്കുവാണ്. ഇവിടെ നിന്നും ഒരു വേണാട് എക്സ്പ്രസ് കാണിക്കുന്നുണ്ട്, പക്ഷേ അത് കിട്ടാൻ സാധ്യത കുറവാണ്. കാര്യം ഇപ്പോൾ സമയം 6:45 ആയിട്ടുണ്ട്. 6:50 അത് കാണിക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് വിചാരിച്ചാൽ ഓടിപ്പടച്ച് പോകാം, പക്ഷേ അതിൻ്റെ കാര്യമില്ല. അപ്പോഴിനി അതിനുശേഷം മെമു ഉണ്ട് രാത്രി 8 മണിക്ക്. ആ മെമുവിൽ കൊല്ലം വരെ പോകുന്നതിന് ചാർജ് 20 രൂപയും ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ട്രെയിനിൽ പോകുന്നതിന്, വേണാട് എക്സ്പ്രസ്സിൽ പോകുന്നതിന് 45 രൂപയാണ്. പിന്നെ വേറൊരു വണ്ടിയുണ്ട്, കേരള എക്സ്പ്രസ്. അത് ഇന്ന് ലേറ്റാണ്. 7:49 ആവും ഈ ചങ്ങനാശ്ശേരിയിൽ എത്താനെന്നാണ് കാണിക്കുന്നത്. അതിൽ കയറി പോകേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് ധൃതിയൊന്നുമില്ല. ഞാൻ മിക്കവാറും ആ ഒരു മെമുവിലാണ് പോകാൻ സാധ്യത. പിന്നെ വേറൊരു കാര്യം ഞാൻ എടുത്തു പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ അവസാനം ഒന്ന് വീഡിയോ റെക്കോർഡ് ചെയ്തത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോയിലൂടെ റെക്കോർഡ് ചെയ്ത് കാണുന്ന കാര്യങ്ങൾ മാത്രമല്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മിസ്സായിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കോർഡ് ഞെക്കുമ്പോഴത്തേക്കും അതിന് മുന്നേ ആയിട്ട് പല കാര്യങ്ങളും കഴിയും. എന്ന് വെച്ചാൽ ബോട്ടൊക്കെ വരുന്ന, സ്പീഡ് ബോട്ടൊക്കെ വരുന്ന പെട്ടെന്നുള്ള വിഷ്വൽസൊക്കെ നമുക്കങ്ങ് നഷ്ടമാവും. പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ, ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് മനക്കച്ചിറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ പിടയ്ക്കുന്ന വരാലിനെല്ലാം റോട്ടിലിട്ട് കച്ചവടം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് മിസ്സായി. കാര്യം ബസ്സിൽ വരുന്ന വഴിക്ക് കണ്ടതാണ്. ബസ് പെട്ടെന്ന് അങ്ങ് ആ ഒരു സ്ഥലം പാസ് ചെയ്തു. അപ്പോഴേ പെട്ടെന്ന് അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴതേപോലത്തെ പല കാര്യങ്ങൾ നമുക്ക് മിസ് ചെയ്യും. അപ്പോഴെന്തായാലും നിങ്ങൾ ഒരു ആലപ്പുഴ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഇന്ന് വന്നതുപോലത്തെ ഈ ഒരു യാത്ര പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ടൊന്ന് ആലപ്പുഴയുടെയും കുട്ടനാടിൻ്റെയൊക്കെ ഏകദേശം ഒരു ഭംഗിയെല്ലാം ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്ന് എത്താറായിരിക്കുവാണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.